ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ ആദ്യം തന്നെ ഇതിന്റെ എഴുത്തുകാരനെന്ന് വിശ്വസിക്കുന്ന മോശ വിശ്രമിക്കുന്ന ഒരു ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രപഞ്ചശക്തിയായ ദൈവം 6 ദിവസത്തെയും സൃഷ്ടിപ്പിന് ശേഷം ക്ഷീണിച്ചതുകൊണ്ടാവില്ല അന്ന് വിശ്രമിച്ചിട്ടുണ്ടാവുക. മറിച്ച് ദൈവികമായ ഒരു മാതൃക ഇനിയും വരുന്ന മനുഷ്യന്, ഇനിയും വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയായിരിക്കാം. നമുക്കതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമുക്കറിയാം നമ്മുടെ അമ്മമാരൊക്കെ ഒരു ദിവസമുണ്ടെങ്കിൽ അതിൻ്റെ 24 മണിക്കൂറും പറ്റുമെങ്കിൽ ഒന്ന് കഴിഞ്ഞ് ഒരു പണിയിൽ നിന്ന് മറ്റൊരു പണിയിലേക്ക് അവർ സമയം കണ്ടെത്തിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരല്പസമയം വിശ്രമിക്കാൻ പോലും അവർ ശ്രമിച്ചു എന്ന് വരികയില്ല. അതുപോലെ നമ്മുടെ അപ്പന്മാരാണെങ്കിലും ഓവർ ടൈം എടുത്തായിരിക്കും ചിലവരൊക്കെയും തൻ്റെ കുടുംബത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നത്. അങ്ങനെയല്ല. നമ്മൾ ശാസ്ത്രീയമായും തെളിയിച്ചിട്ടുള്ളതാണ് പഠനങ്ങളിലൂടെ, മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും അതിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് വിശ്രമം എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ആവശ്യമായ ഒരു വിശ്രമം കൊടുക്കാനായിട്ട് നമുക്ക് ഓർക്കാം, അത് ശീലിക്കാം. നമ്മുടെ ചിലവരൊക്കെ കരുതുന്നത് വിശ്രമം എടുക്കുക അല്ലെങ്കിൽ ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് മടിയുടെ ലക്ഷണമായിട്ടാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട അല്ലെങ്കിൽ മനസ്സിന് വേണ്ട ഒരു വിശ്രമം അല്പസമയം നമ്മൾ എടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ദൈവം ആ ഒരു ദിവസത്തെ വിശ്രമത്തിനായിട്ട് മാറ്റിവെച്ചതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ കുറച്ച് സമയം നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും വിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ച് തളർന്നിരിക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പം നീ ഒരു മടിയനാണ് അല്ലെങ്കിൽ ഒരു മടിച്ചിയാണ് എന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല. അവരുടെ ശരീരത്തിന് ആവശ്യമായ ഒരു വിശ്രമം എടുക്കുന്നത് ഒരു കാരണവശാലും തെറ്റായ ഒരു കാര്യമല്ല. ഇത് ദൈവികമായ ഒരു മാതൃകയാണ്, അല്ലെങ്കിൽ ദൈവികമായ ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകുന്ന ആ ഒരു വിശ്രമം എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്ന് ഓർത്താൽ കൊള്ളാം. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടെ 2-ാമത്തെ അധ്യായത്തിൽ അതിനെ ഒരിക്കൽ കൂടെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്ര പ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ടായിരിക്കാം അല്ലേ? അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി, അതിനുശേഷം അവനിൽ ജീവശ്വാസമൂതി. നമുക്കറിയാം, സയൻറ്റിഫിക്കലിയും പ്രൂവൺ ആണ് മനുഷ്യൻ്റെ ബോഡിയിൽ എർത്തി എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത്. അതായത് സോഡിയം, കാർബൺ, പൊട്ടാസ്യം, അങ്ങനെ എർത്തി എലമെൻറ്റ്സ് ഒക്കെ മനുഷ്യൻ്റെ ബോഡിയിലും സയൻറ്റിഫിക്കലിയും കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു രീതിയിൽ ശരിയായിരിക്കാം. പക്ഷേ പരിണാമം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഒരു ചിന്ത എന്തെന്നാൽ, നമുക്കറിയാം മനുഷ്യനെയും മൃഗങ്ങളെയും 6-ാമത്തെ ദിവസമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ 6-ാമത്തെ ദിവസം സൃഷ്ടിച്ചു. അങ്ങനെ നമ്മൾ അതിൽ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 6-ാമത്തെ ദിവസം അതൊരു പെർട്ടിക്കുലർലി ഒരു ഒറ്റ ദിവസം എന്നുള്ളതല്ല. പല സംവത്സരങ്ങൾ എടുത്തായിരിക്കാം ഓരോ സൃഷ്ടിയെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പെർട്ടിക്കുലർലി ഈ മൃഗങ്ങളിൽ പലതും നമ്മുടെ കസിൻസ് ആയിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം DNA സ്ട്രക്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ പല മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും DNA സ്ട്രക്ചർ കുറച്ചൊക്കെ സിമിലർ ആണ്. അപ്പോൾ അതിൽ കൂടുതൽ സിമിലാരിറ്റി കാണിച്ചിട്ടുള്ളത് കുരങ്ങന്മാരാണ്. അപ്പോൾ ഈ കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യൻ ചിലപ്പോൾ ഈ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ആക്കപ്പെടുന്ന ആ ഒരു പ്രത്യേകം ജീനിൽപ്പെട്ട കുരങ്ങന്മാരെ മണ്ണിൽ നിന്നെടുത്ത് ചിലപ്പോൾ ഒരു ശില്പി തൻ്റെ കരങ്ങളാൽ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തെടുത്ത മൃഗങ്ങളായിരിക്കാം ഈ മനുഷ്യരെന്ന് പറയുന്നത്. അവരെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഈ മൃഗങ്ങളിൽ നിന്നും ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. എന്താ അത്? അതെ, ദൈവം മനുഷ്യനിലേക്ക് ഊതിക്കൊടുത്ത ആ ജീവശ്വാസം. അത് എൻ്റെ ഒരു ചിന്തയിൽ കേവലം ഒരു ഓക്സിജൻ മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ ഓക്സിജൻ ആയിരിക്കില്ല ചിലപ്പോൾ ആ ഊതിക്കൊടുത്തിട്ടുണ്ടാവുക. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിന് ബുദ്ധിശക്തിയുള്ള ആ ഒരു ആത്മാവ്, ചിന്താശേഷിയുള്ള ആത്മാവ്, സ്നേഹിക്കുവാനും കരുതുവാനും അറിവുള്ള ആ ആത്മാവ്, അത് മനുഷ്യനല്ലാതെ ഇത്രയധികം ഏത് മൃഗങ്ങളിലാണ് അല്ലെങ്കിൽ ഏത് ജീവജന്തുക്കളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സംസാരശേഷിയുള്ള ആത്മാവ്. അതെ, ചിലപ്പോൾ ആ ഒരു ആത്മാവിനെ തന്നെയായിരിക്കാം ദൈവം മനുഷ്യനിലേക്ക് ഊതി നൽകിയത്. ഇപ്പോഴും സയൻറ്റിഫിക്കലി നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല മനുഷ്യനുള്ള ഈ ഒരു സംസാരശേഷി മറ്റുള്ള മൃഗങ്ങളിൽ
ഉണ്ടാക്കിയെടുക്കാൻ അധികം സാധിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് കരുതുന്നില്ല. ചിലപ്പോൾ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിലൂടെ എന്തെങ്കിലുമൊക്കെ സാധിച്ചേക്കാം. എന്നിരുന്നാലും സ്വാഭാവികമായിട്ട് ഒരു മൃഗങ്ങൾക്കും സംസാരശേഷിയില്ല, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനോട് ബീറ്റ് ചെയ്ത് നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു ബുദ്ധിശേഷിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ദൈവത്തിൻ്റെ ആ ഒരു ജീവശ്വാസത്തിലൂടെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഒരു ദൗത്യമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വരുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഇത്രയും വിശാല വിസ്തൃതമായ ലോകത്ത് അങ്ങനെ അങ്ങ് വിടുവായിരുന്നില്ല. മറിച്ച് ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ സംരക്ഷിച്ച് ഒരമ്മ കരുതുന്ന പോലെ, അല്ലെങ്കിൽ ഒരപ്പൻ കരുതുന്ന പോലെ, ആ മനുഷ്യനെ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഫലഭൂയിഷ്ഠമായ ഫലങ്ങളുള്ള, സ്വാദിഷ്ടമായ ഫലങ്ങളുള്ള, വൃക്ഷങ്ങളാൽ നിറഞ്ഞ ആ മനോഹരമായ ഒരു പറുദീസ കണക്കിനുള്ള ഒരു തോട്ടത്തിൽ ആ മനുഷ്യനെ ആക്കി. എൻ്റെ ചിന്തയിൽ ആ തോട്ടമെന്ന് പറയുന്നത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഹൃദയം തന്നെയായിരിക്കാം, ദൈവത്തിൻ്റെ ആ ഒരു അംശം തന്നെയായിരിക്കാം മനുഷ്യനെ ആ തോട്ടത്തിലാക്കാൻ തന്നെ കാരണമായിട്ടുണ്ടാവുക.